ഹലോ ഗായ്സ്, വെൽക്കം ടു 19 സ്റ്റാർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു ബി ആർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് സാധാ ബി ആർ അല്ല, ഒരു ഞാൻ പറഞ്ഞതല്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് എന്തെങ്കിലും ചലഞ്ചും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, നമ്മളത് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഒരു ബ്രോ പറഞ്ഞിരുന്നു 20 കില്ല് ചലഞ്ച് 10ൻ്റെ റെഡിയും കോൾ 20 കില്ല് എടുത്താലെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിത് അവിടെ ബി ആറാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് പീക്കാണ്. പീക്കിലാണല്ലോ കുറേ എൽമിസ്. നമ്മൾ ഈ കളി നമ്മൾ പരമാവധി ഫൈറ്റ് എടുക്കാൻ നോക്കണം. കാരണം എന്താ വെച്ചാൽ ഫൈറ്റ് എടുത്തില്ലെങ്കിൽ കില്ലും പറ്റ കുറവായിക്കാതെ 48 ലൈവ് ഉണ്ടായിരുന്നു. എനിക്കൊരു ആദ്യമൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു, എടുക്കാൻ പറ്റൂലേ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ കഴിവും എടുത്തുകൊണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് UMP എടുത്തോ. അതുകൊണ്ടൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇറങ്ങിയത്. 20 കിലോ എടുക്കാൻ പറ്റും എന്നാണ് ഒരു പ്രതീക്ഷ. അപ്പോൾ മേലെന്ന് ആരെങ്കിലും വരുന്നുണ്ടാക്കട്ടെ എന്നാൽ ഓരോ ഫസ്റ്റ് തന്നെ അടിച്ചിട്ട്. അപ്പോൾ അതാ വരുന്നത്. ഞാൻ കുറേ നോക്കിയപ്പോൾ കണ്ണിയ, പിന്നെ കണ്ടത് അവിടുന്ന് ഇങ്ങനെ വരുന്നത്. പിന്നെ അവർക്ക് നല്ല ഡാം എടുത്തുക്കണേ. പിന്നെ ഒന്ന് തൊട്ടാൽ മതി, അത്ര ഡാമുള്ളൂ. അങ്ങനെ ഒരുത്തന്നെ ഫിനിഷ് ആക്കി. മറ്റോനിക്കും കുറച്ച് ഡാം എടുത്ത്. ഇനി ഓനെടുക്കാൻ നോക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ബുള്ളറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ബുള്ളറ്റ് നിറക്കാൻ പോയി. ഇവിടുന്ന് വരുന്ന ബുള്ളറ്റും കിട്ടണില്ല. അപ്പോഴാണ് ഞാൻ അവിടെ ഒരുത്തനെ ഓനെ കണ്ടത്. പിന്നെ ഓനെടുക്കാൻ വേണ്ടി പോയോനെ. ഓന് എവിടെ ഉള്ളിൽ നിന്ന് ഫൈറ്റ് കൊണ്ടുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്തില്ല. ഇവിടെ ഒരുത്തുണ്ടായിരുന്നല്ലോ ഓനെ. നമ്മളിപ്പോൾ ഇവിടുന്ന് MP40 എടുത്താൽ പോകുന്നതിന് ഓനതാ വരുന്നത്. ഓൻ്റെ അടുത്ത് ഏതോ കണ്ടിട്ടായിരുന്നു. പക്ഷേ നമുക്ക് ആവശ്യമില്ല ആ ഗണ്ണ് ആവശ്യം. നമുക്ക് MP40യും അതേമാതിരി UMP ഉണ്ട് നമ്മളെ കയ്യിലിപ്പോൾ. നമ്മളെ UMP ഏറ്റവും കുത്തി പിടിച്ചുകൊണ്ട് അവനെ ഫിനിഷ് ചെയ്തത്. അപ്പോൾ ഇതിന് മേലെ ഒരു ഗ്ലൂ ആളുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ എലിമി ഉണ്ടെന്ന്. UMP കൈ പിടിക്കാൻ ഇവിടെ അപ്പോൾ ഇവിടുന്ന് എലിമി വന്നു. പിന്നെ MP40 എടുത്ത് കുത്തി പിടിച്ച് അങ്ങനെ ഓളെ ഡൗൺ ആക്കി. ഇപ്പം തന്നെ 3 കില്ലായി നമ്മളെടുത്ത്. നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരുത്തിന് പിന്നെ ഇറങ്ങി ഓനക്ക് ഇറങ്ങുമ്പോൾ ഒരുത്തന്നെ നല്ല ഡാം എടുത്തല്ലോ ഓന്. പിന്നെ വന്നുകൊണ്ട് ഫിനിഷാക്കി. ഇപ്പോൾ അത് ഒരുത്തരും കൂടി ഫിനിഷാക്കി. അങ്ങനെ 20 കില്ലായി. പിന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണേ. പിന്നെ നമ്മൾ കുറേ ഇത് പുഷ് ചെയ്യണം, വണ്ടിയിട്ട് പുഷ് ചെയ്യണം. അപ്പോഴാണ് അവിടുന്ന് ഒരുത്തൻ അടിക്കണം. അവിടുന്ന് നോക്കിയപ്പോൾ വീടിൻ്റെ ഉള്ളിലായിരുന്നു. ഞാൻ ഓനെ അടിച്ചു. എനിക്ക് നല്ല ഡാമായി. അതുകൊണ്ട് ഓടിക്കടാ പറഞ്ഞുകൊണ്ട് ഓടിപ്പോയിരുന്നു. ഓനെ നമ്മൾ ഫിനിഷ് ചെയ്തു. എന്നിട്ട് ഓൻ്റെ ലൂട്ട് പോയി വെപ്പിക്കപ്പോൾ ഓൻ്റെ അടുത്ത് MP40 ഉണ്ടായിരുന്നു. അതെനിക്ക് വലുതായിട്ട് ഡാമൊന്നും കയറാൻ കുറച്ച് ലോങ്ങിലായിരുന്നു. ഞാൻ ഓന് വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാ ഇതും ഓനെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമ്മുടെ അടുത്ത് ഇവിടെ വണ്ടി ഉണ്ടായിരുന്നു. വണ്ടി ആയിട്ട് ഇനി പുഷ് ചെയ്യാൻ പീക്ക് ഞാൻ മൊത്തം തപ്പിയാണ്. പീക്കിൽ ഇനി എൽമീസ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ചാണ് ഞാൻ പോണത്. പീക്കിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് ഇവിടെ ലോക്കായത്. പിന്നെ ഇറങ്ങി എന്നിട്ട് ഇവിടുന്ന് ലൂട്ട് ഇതെന്ത് ഞാൻ ബാഗാണ് വിചാരിച്ചു. മറ്റേ ലെവൽ 3 ബാഗാണ് വിചാരിച്ചു. പക്ഷേ അതല്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ലോക്കായ വണ്ടി കിട്ടി നമുക്ക്. അങ്ങനെ ഞാൻ പൂളിൽ ആരോ ഉണ്ടോയെന്ന് വിചാരിച്ചു. പക്ഷെ ഇല്ല എന്നൊക്കെ മനസ്സിലായി. അടി നല്ല പോരാൻ ഫൈറ്റ് തൊട്ടുണ്ടായി. വെടിവെച്ച കേൾക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അങ്ങോട്ട് പോയപ്പോൾ അതാ അവിടെ ആൾക്കാരുണ്ട്. ഞാൻ ഇറങ്ങി UMP എടുത്തു. അപ്പോൾ ഒരുത്തൻ മേലക്ക് ഓടിപ്പോണ ഓനെ ഫിനിഷാക്കി. പിന്നെ അവിടെ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു. ഓനക്ക് നല്ല ഡാം എടുത്തു. അപ്പോഴത്തേനും ഓടിപ്പോയി. ഓനെടുക്കാൻ വാങ്ങിയപ്പോഴത്തേന് ഇവിടെ ഒരുത്തൻ ഉണ്ടായിരുന്നു. അപ്പോഴത്തേന് മേലെന്ന് ഒരുത്തൻ വരുന്നുണ്ടായിരുന്നു. ഓന് ഫിനിഷാക്കി. അങ്ങനെ 7 കില്ലായി. ഇപ്പോഴും 35 അലവുണ്ട്. ഈ കളി നമ്മൾ എടുക്കും. പിന്നെ മറ്റോന് തപ്പി പോയപ്പോൾ അതാ അവിടെ ഉണ്ട് ഓന്. നല്ല ഡാം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഓനക്കും അങ്ങനെ കൊടുത്തു. അങ്ങനെ ഓനും ഫിനിഷാക്കി. ഇനി ഇവിടെ ആളുണ്ടാകും വിചാരിച്ചു. അപ്പോൾ അത് അടിയിൽ നിന്ന് എടുത്ത് ഓടി വരുന്നുണ്ടായിരുന്നു. ഓനും ഫിനിഷാക്കി. അപ്പോൾ മുമ്പിൽ വേറെ അടുത്തുണ്ടെന്ന് മനസ്സിലായി. കാരണം മുമ്പിൽ വേറെ പോരാൻ ഫൈറ്റ് പൊട്ടുണ്ടെങ്കിൽ മനസ്സിലായി. അവിടെ നല്ല ഇതിൻ്റെ ഒച്ച വെളിച്ചൻ്റെ ഒച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അതാ ഇവിടെ ഒരാൾ അങ്ങോട്ട് ഇങ്ങനെ കുന്നിൻ്റെ മേലേക്ക് പോകണ്ടായിരുന്നു.
ഓളെ നമ്മൾ വിട്ടു. അപ്പോഴത്തേനും ഇവിടെ എൻ്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു, ഒരു എനിമി ഉണ്ടായിരുന്നു. ഓനെയും ഫിനിഷ് ആക്കി. അങ്ങനെ മറ്റോനെയും ഫിനിഷ് ആക്കി. അപ്പോഴത്തേന് മറ്റേ ഞാൻ ഓടിപ്പോണ്ട് അറിഞ്ഞില്ലായിരുന്നു. ഓനെ വേറെ എനിമി ഫിനിഷ് ആക്കി. അങ്ങനെ നമുക്ക് 12 കില്ലായിട്ടുണ്ട്. ഇനി ഒരു 8 കില്ലും കൂടി ആയാൽ 20 കില്ലാവും. അപ്പോൾ റെഡീം കോഡ് തരാൻ വേണ്ടി റെഡി ആയിരുന്നു. എൻ്റെ 20 കിൽ ചലഞ്ച് ഞാൻ 20 കില്ലാക്കിയിട്ട് നമ്മൾ ഈ കളി നിർത്തുള്ള 20 കില്ലോ അല്ലെങ്കിൽ അതിൻ്റെ മേലൊക്കെ 20ൻ്റെ താഴേക്ക് പോകില്ല. കാരണം ഇപ്പം തന്നെ 12 കില്ലായില്ല. ഇനി 26 ലീവ്. എങ്ങടെ പെട്ടെന്ന് പോയി. പിന്നെ UMP മാറ്റി. അപ്പോൾ ആരാ പോണേ? ഹലോ 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 നിൽക്ക് ആരാ പോണ അവിടെ? ഇന്നെ കണ്ടിട്ട് ചെയ്യാ അല്ലെങ്കിൽ കണ്ടിട്ട് ലൂട്ട് ചെയ്യാത്തതുകൊണ്ട് പോവാണോ? ഗണ്ണില്ലാത്തതുകൊണ്ട് പോകുക തോന്നുന്നുണ്ട്. അങ്ങനെ ഓനെ ഫിനിഷാക്കി. എനിക്കത് കിട്ടണം, ഓനെ കൈ കിട്ടണം. അല്ലോ ഓടിക്കോ, ഓൻ്റെ അടുത്ത് ഗണ്ണുണ്ട് പറഞ്ഞാണ്ടിരുന്നു പോയി. ഓൻ്റെ അടുത്തും ഗണ്ണുണ്ടായിരുന്നു. പിന്നെ എന്താ ഫൈറ്റ് എടുക്കാൻ പോയത് എനിക്കറിയില്ല. ന്യൂബനാണ് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങോട്ട് കയറി വന്നു. പിന്നെ എന്തെങ്കിലും ചലഞ്ചും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പറഞ്ഞോളി, നമ്മൾ അത് ചലഞ്ച് സെറ്റ് ചെയ്യുന്ന. പിന്നെ ഇങ്ങനെയൊന്നും പറയരുതിട്ടാ. CS റാങ്കിൽ പോയിക്കാണ്ട് 16 കില്ലൊക്കെ എടുക്കുക അങ്ങനെയൊന്നും പറയരുത്. 4 റൗണ്ട് എടുക്കുകയാണെങ്കിൽ തന്നെ 16 കില്ല് പറ്റുമല്ലോ. എന്നാലും 16 കില്ലല്ല, CS പോകണേ ഐസൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ ഇത് 16 കില്ലൊന്നും അങ്ങനെ പറയല്ലേ. 10ൻ്റെ മേലക്ക് പോലും പറയല്ലേ. ഞാൻ അങ്ങനെ എടുത്തിട്ട് പരിചയമില്ല. എന്നാൽ നമുക്ക് നോക്കാം. ഇപ്പം തന്നെ 13 ഇല്ലായി. ഇനി 21. ഞാൻ പെട്ട് ഗൈസ്. ഇനി 21 ഇതുള്ളൂ. നമുക്ക് ഇനി 7 കില്ലോണം കിട്ടും. അപ്പോൾ 20 ലൈവായി ഗൈസ്. പിന്നെ ഞാൻ പീക്ക് മറ്റേ മെഷീനിൽ പോയിരിക്കുന്നു. അതിൽ ഫൈറ്റ് ഇറക്കണം ഇതുണ്ടോ നോക്കാൻ. ഞാൻ റൺ ചെയ്യാണ്. ഞാൻ അവിടെ ഒന്ന് ഇതാ നിൽക്കണേ. ഓരോ വീട്ടിലും ക്യാമ്പ് അടിച്ച് നിൽക്കല്ല. ഞാൻ റൺ ചെയ്യാണ്. കാരണം ഫൈറ്റ് എടുക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. പോയി അടിക്കണം നിർബന്ധിയാ പുറമെ പറഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. 20 കില്ലെങ്കിലും എടുക്കണം. അപ്പോൾ അടിയിൽ നിന്ന് ഒരാൾ ഓടി എണ്ണുണ്ട്. പിന്നെ അത് ഇന്നെ കണ്ടപ്പോൾ അങ്ങനെ തന്നെ പോകുന്നുണ്ട് തോന്നുന്നത്. ഓനെ പിന്നാലെ പിടിക്കണം നമ്മൾ. ഓൻ തീ കൂടി ഓടും വിചാരിച്ചാണ് നമ്മൾ തീ കൂടി നിന്ന്. അപ്പോൾ അയിക്കൂടി എങ്ങനെ ഓടി. അപ്പോൾ ഇവിടെ കുറേ എൽമീസ് ഉണ്ടായിരുന്നു. 3-4 എൽമീസ് ഉണ്ടായിരുന്നു. 3 എൽമീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുത്തുണ്ടായിരുന്നു. ഓനെ ഫിനിഷാക്കി. അപ്പോൾ ഇതിന് മേലെ വേറെ ഒരുത്തനുണ്ടായിരുന്നു. ഓനെയും ഫിനിഷാക്കി. അപ്പോൾ അയിക്കൂടി ഒരുത്തൻ ഓടി പോകുന്നുണ്ടായിരുന്നു. ഓനെയും ഫിനിഷാക്കി. ഓൻ്റെ ഒരു 79ൻ്റെ ഹെഡൊക്കെ കൊടുത്തുകൊണ്ട് ഫിനിഷാക്കിയത്. അങ്ങനെ നമ്മളെ ബാഗ് മുക്കാലോളമായി. അപ്പോൾ വുഡ്പക്കർ നമുക്ക് കിട്ടിയ സമാധാനമായി. ഇനി നമുക്ക് നല്ലപോലെ കളിച്ചാൽ ഒരു ലോങ് ഉണ്ട്, നല്ല ഷോട്ടും ഉണ്ട്. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇനി മീഡിയമാണ് ഈ വുഡ്പക്കറായിട്ടും ആക്കാം. വുഡ്പക്കറായിട്ടും എനിക്ക് ഡാം എടുക്കാം. എങ്ങനെയുണ്ട് ബുദ്ധി? പിന്നെ വുഡ്പക്കറായിട്ട് നല്ല ഡാമും കയറുമല്ലോ. ഇനിയും 10 ഇലവുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ എന്തെങ്കിലും ചലഞ്ചോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞാൽ മതി. അപ്പോൾ മുമ്പിലൊരു എൽമി ഉണ്ടായിരുന്നു. ഓനും വുഡ്പക്കറായിട്ടോ ഫിനിഷാക്കി. അങ്ങനെ വേറെ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു. ഓനും ഫിനിഷാക്കി. അങ്ങനെ 18 കില്ല. ഇനി 2 ആൾക്കാരും കൂടി കിട്ടണം. കാരണം ഇനിയിപ്പോൾ അപ്പോഴെ ബാക്കിലെടുത്ത് വരുന്നുണ്ട് കാലൊച്ച ഇട്ടത്. അപ്പോൾ ഞാൻ ബാക്കിൽ നോക്കിയപ്പോൾ ബാക്കിലെടുത്തുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഇങ്ങനെ എൽമിന് തപ്പാണ്. 19 കില്ല. ഇനി 1 കില്ലും കൂടി ആയ 20 കില്ല. അപ്പോൾ ബ്രോ ഉറപ്പാണ് റെഡിങ് കോഡ് 10ൻ്റെ റെഡിങ് കോഡ്. ഓക്കെ, സെറ്റാക്കി നോക്കോ. റെഡിങ് കോഡേ തരണട്ടാ, അല്ല പറ്റിക്കരുതേ. ഞാൻ ബ്രോനെ ഫ്രണ്ട് ആക്കുന്നുണ്ട്. ഓക്കെ ബ്രോ. അപ്പോൾ ബ്രോ റെഡിങ് കോഡ് റെഡിയാക്കിക്കോ. 20 കില്ലായിട്ടുണ്ട്. ഇനി 2 എലിമീസും കൂടി ഉള്ളൂ. 3 ലൈവ് ഉണ്ട്. അതുകൊണ്ട് 2 എലിമീസും കൂടി ഉള്ളൂ. ഇഞ്ഞും കൂടി കൂട്ടിക്കണ്ടല്ലേ 3 ലൈവ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി അടിക്കണം. അപ്പോൾ ഒരുത്തം മുമ്പ് കൂടി ഓടിപ്പോകണ്ടായിരുന്നു. ഓനും ഫിനിഷാക്കി. പിന്നെ ഓൻ്റെ ലൂട്ട് എടുക്കാൻ വിചാരിച്ചാൽ അങ്ങനെ പോയപ്പോൾ എല്ലാവരും എന്താ ലൈക്ക് ചെയ്ത് പോകണം. ഇനിയിപ്പോൾ 20 കില്ലായി കണ്ടിട്ടാ എനിക്കറിയില്ല. ഓൻ്റെ അടുത്താണെങ്കിൽ ഒരു വുഡ്പക്കർ ഉണ്ടായിരുന്നു. പിന്നെ MB40 ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതൊന്നും ആവശ്യമല്ലോ. പിന്നെ അവൻ്റെ അടുത്ത് മറ്റേ കീ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഈ റൂട്ട് വന്നോക്കിയപ്പോൾ ഇതിൽ മറ്റേ ഇതിൻ്റെ കീ ഉണ്ടായിരുന്നു. അവൻ്റെ മറ്റേ കീ ഉണ്ടായിരുന്നു. ഈ മെഷീൻ്റെ ഈ കീ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. ഇവിടെ ഞാൻ മറ്റോ ഇത് ഓപ്പൺ ആകുമ്പോൾ വിചാരിച്ചുകൊണ്ട് നിന്നേ. പക്ഷേ ഓന് അപ്പോൾ നമ്മൾ ഫിനിഷാക്കി. അവൻ്റെ അടുത്ത് കീ ഉണ്ടായിരുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ഇവിടുത്തെ ലൂട്ടൊക്കെ സെറ്റാക്കി ഗണ്ണൊന്നും ആവശ്യമായിരുന്നു കാരണം ഫുൾ റെഡിയാണ് നമ്മുടെ അടുത്ത് ഗണ്ണ്. അപ്പോൾ ഗൈസ് നമ്മളെ എന്തായാലും ഒരുത്തനും കൂടി ഉണ്ടോ അവനെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഗൈസ് എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ റെഡിയും കോഡിന് റെഡിയാക്കുക. റെഡിയും കോഡ് ഞാൻ ഇതാ വരുന്നു 10 റെഡിയും കോഡ്.